ഹലോ, അരിത്തമെറ്റിക് സീക്വൻസസിന്റെ 6ാമത്തെ പാർട്ട് നോക്കാം. പൊസിഷൻ ആൻഡ് ടേം, സ്ഥാനവും പദവും. ഓക്കെ അല്ലേ? നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിന് സമാന്തര ശ്രേണിയെ ഞാൻ ജനറൽ ആയിട്ടൊന്ന് എഴുതാൻ പോകുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ടേമിന് ആദ്യ പദത്തെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? x1 എന്നല്ലേ ഫസ്റ്റ് ടേമിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സെക്കൻഡ് ടേമിനെ x2, തേർഡ് ടേമിനെ x3, ഫോർത്ത് ടേമിനെ x4. അങ്ങനെയല്ലേ നമ്മൾ ഓരോ ടേമിനെയും ഓരോ പദത്തെയും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്താ അരിത്തമെറ്റിക് സീക്വൻസിനെ സമാന്തര ശ്രേണിയെ ജനറൽ ആയിട്ട് എഴുതാൻ പോവുകയാണ്. ഫസ്റ്റ് ടേം x1, സെക്കൻഡ് ടേം x2, തേർഡ് ടേം x3, ഫോർത്ത് ടേം x4, എക്സെട്ര. ഇങ്ങനല്ലേ ജനറൽ ആയിട്ട് അരിത്തമെറ്റിക് സീക്വൻസ് വരുന്നത്. ഇനി കോമൺ ഡിഫറൻസ് അല്ലേ, പൊതുവ്യത്യാസം, അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ ഡി വെച്ചിട്ടല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഓരോ ഗ്യാപ്പിനെയും അല്ലേ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്യാപ്പ് ഡി ആണ്, ഇവിടെയും ഡി ആണ്, ഇവിടെയും ഡി ആണ്. ഇതിനെയല്ലേ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് അടുത്തടുത്തുള്ള രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്തടുത്തുള്ള രണ്ട് ടേം ആയിരിക്കണം. ഇവിടെ x1ഉം x2ഉം നോക്കിയേ, ഇത് അടുത്തടുത്തുള്ള രണ്ട് ടേം അല്ലേ. അപ്പൊ ഇവന്മാരുടെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. നോക്കിക്കേ, x2 മൈനസ് x1 ഈക്വൽ ടു എന്താണ്? ഡി ആണ്. കോമൺ ഡിഫറൻസ് കിട്ടും. അടുത്ത നോക്കിയേ, ഇവിടുത്തെ ഗ്യാപ്പും ഡി അല്ലേ. ഈ x2ഉം x3യും അടുത്തടുത്തുള്ള രണ്ട് ടേംസ് അല്ലേ. അപ്പൊ ഇവന്മാരുടെ ഡിഫറൻസ് എടുത്താലും നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. നോക്കിയേ, x3 മൈനസ് x2 ഈക്വൽ ടു ഡി. ഓക്കെ അല്ലേ? ഇവിടെയും എന്താണ്? ഇവിടത്തെയും ഗ്യാപ്പ് ഡി ആണ്. ഈ x3യും x4ഉം അടുത്തടുത്തുള്ള ടേമുകളാണ്. ഇവരുടെ ഡിഫറൻസ് എടുക്കുമ്പോഴും കോമൺ ഡിഫറൻസ് കിട്ടും. നോക്കിയേ, x4 മൈനസ് x3 ഈക്വൽ ടു ഡി. ഇതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? x2 മൈനസ് x1 ഈക്വൽ ടു ഡി, x3 മൈനസ് x2 ഈക്വൽ ടു ഡി, x4 മൈനസ് x3 ഈക്വൽ ടു ഡി. ഇതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടോ? നമുക്കിവിടെ ഡിയെ 1d എന്ന് എഴുതാമല്ലോ. അത് ഇവിടെ നമുക്ക് 1 ഇട്ട് കൊടുക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നോക്കിക്കോണേ, 2 മൈനസ് 1 ഈക്വൽ ടു 1 അല്ലേ. 3 മൈനസ് 2 ഈക്വൽ ടു 1 അല്ലേ. 4 മൈനസ് 3 ഈക്വൽ ടു 1 അല്ലേ. അങ്ങനെയാണെങ്കിൽ x6 മൈനസ് x2 ചെയ്താൽ എത്ര ഡി ആയിരിക്കും കിട്ടുന്നത്? എത്ര ടൈംസ് കോമൺ ഡിഫറൻസ് ആയിരിക്കും കിട്ടുന്നത്? ഇതെങ്ങനെ കിട്ടും? 6 മൈനസ് 2 ചെയ്യുക. 6 മൈനസ് 2 ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. അങ്ങനെയാണെങ്കിൽ 4 ടൈംസ് ഡി ആയിരിക്കും ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത്. വേറെ ഒരെണ്ണം നോക്കാം. x10 മൈനസ് x5 ഈക്വൽ ടു എന്ത് കിട്ടും? 10 മൈനസ് 5 ചെയ്യണം. 10 മൈനസ് 5 ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. അങ്ങനെയാണെങ്കിൽ 5 ടൈംസ് ഡി ആയിരിക്കും. 5 തവണ നമ്മൾ കോമൺ ഡിഫറൻസ് ആ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അടുത്ത നോക്കാം ഒരെണ്ണം. x100 മൈനസ് x80 ഈക്വൽ ടു, x100 എന്ന് പറഞ്ഞാൽ 100ാമത്തെ പദം, 100ാമത് കിടക്കുന്ന ടേമിനെയാണ് നമ്മൾ x100 എന്ന് പറയുന്നത്. അപ്പൊ x80 എന്ന് പറഞ്ഞാൽ 80ാമത്തെ പദം, 80ാമത്തെ ടേം. അപ്പൊ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x100 മൈനസ് x80 എന്ന് പറഞ്ഞാല് 100 മൈനസ് 80 എടുക്കുക. 100 മൈനസ് 80 എടുത്താൽ 20 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും?
20d എന്ന് വരും. 20 ടൈംസ് d ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഇവിടെ നോക്കിയേ, x2 മൈനസ് x1 ഈക്വൽ ടു d അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ x2 ഈക്വൽ ടു x1 പ്ലസ് d എന്ന് എഴുതാമല്ലോ. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതല്ലേ? നോക്കിയേ, ഈ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എങ്ങനെയാ കിട്ടുന്ന? നമ്മൾ ഫസ്റ്റ് ടേമിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ x3 കിട്ടാൻ വേണ്ടി, തേർഡ് ടേം കിട്ടാൻ വേണ്ടി ഫസ്റ്റ് ടേമിന്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കൊടുക്കണം? തേർഡ് ടേം ആണ് നമുക്ക് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടേമിന്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? ഇവിടെ നോക്കിയടാ, ഫസ്റ്റ് ടേമിന്റെ കൂടെ 1, 2 രണ്ട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? ഇവിടെ നോക്കിയേ, x1 x3, അതിന്റെ ഇടയ്ക്ക് എന്താണ്? 2d ആണ്. രണ്ട് കോമൺ ഡിഫറൻസ് ആണ് കിടക്കുന്നത്. അപ്പൊ x1ന്റെ കൂടെ 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് x3 കിട്ടുന്നത്. ഇവിടെ എന്താ എഴുതുക? 2d എന്ന് വരും. ഇവിടെ നോക്കിക്കോണേ, 1 പ്ലസ് 2 ഈക്വൽ ടു 3. ഇവിടെ എന്താണ്? 1 പ്ലസ് 1 ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ x5 ഈക്വൽ ടു x1 പ്ലസ് x5, ഫിഫ്ത്ത് ടേം കിട്ടാൻ വേണ്ടി x1 ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കൊടുക്കണം? സിമ്പിൾ അല്ലേ? ഇവിടെ 5 അല്ലേ? ഇവിടെ ഓൾറെഡി 1 ഉണ്ട്. 5 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 1ന്റെ കൂടെ എത്ര ആഡ് ചെയ്ത് കൊടുക്കണം? 5 കിട്ടാൻ 1ന്റെ കൂടെ നമ്മൾ 4 ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. 4d ആയിരിക്കും. ഓക്കെ, അടുത്തത് നോക്കാം. x10 ഈക്വൽ ടു x2 പ്ലസ് എന്താണ് ഇവിടെ? 10th ടേം കിട്ടാൻ സെക്കൻഡ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? ഇവിടെ 10 അല്ലേ? ഇവിടെ 2 ആണ്. 10 കിട്ടാൻ നമ്മൾ 2ന്റെ കൂടെ 8 അല്ലേ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ 8 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അടുത്തത് x25 ഈക്വൽ ടു x15 പ്ലസ് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? ഇവിടെ 25 ആണ്. 25 കിട്ടാൻ 15ന്റെ കൂടെ 10 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ 10 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. x16 ഈക്വൽ ടു x8 പ്ലസ് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 16 കിട്ടാൻ 8ന്റെ കൂടെ 8 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്താണ്? ഇവിടെ 8d ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട്, ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ കൂടി കണക്ട് ചെയ്തിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസത്തിനൊരു പുതിയൊരു ഇക്വേഷൻ കൊണ്ടുവരാൻ പറ്റും. അത് എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. ആ ഒരു ഇക്വേഷൻ നമ്മൾ എന്താണ്? ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതെങ്ങനെ കിട്ടിയെന്നുള്ള കാര്യമൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോളൂ. ഇപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഞാൻ ഇക്വേഷൻ എന്താണെന്നൊന്ന് പറയാം. ജസ്റ്റ് ഇപ്പൊ എന്താ ബൈ ഹാർട്ട് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഇക്വേഷൻ എന്താണെന്ന് നമുക്കൊന്നുകൂടി മനസ്സിലാവും. ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ d ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. d ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. മലയാളത്തില് പൊതുവ്യത്യാസം ഈക്വൽ ടു എന്ത് വരും?
പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം. പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം ചെയ്താൽ എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. ടേം ഡിഫറൻസ് എന്ന് വെച്ചാൽ പദവ്യത്യാസം, പൊസിഷൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ സ്ഥാനവ്യത്യാസം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ എന്താണ്? ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ കൊണ്ടുള്ള എങ്ങനെ ചെയ്യാന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ കയ്യിൽ എക്സ് 10 ഉണ്ട്, എക്സ് 20 ഉണ്ട്. ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു സമാന്തര ശ്രേണിയിലെ 10ാമത്തെ ടേമും ഉണ്ട്, 20ാമത്തെ ടേമും ഉണ്ട്. വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ ആ അരിത്മെറ്റിക് സീക്വൻസ് ഒന്നുമില്ല, ആ ഒരു സമാന്തര ശ്രേണിയൊന്നുമില്ല. ആ സമാന്തര ശ്രേണിയിലെ 2 ടേമുകൾ മാത്രമേ ഉള്ളൂ, 2 പദങ്ങൾ മാത്രമേ ഉള്ളൂ. അതെന്താണ്? അടുത്തടുത്തുള്ള പദങ്ങളുമല്ല. ഇതെന്താണ്? 10ാമത്തെ ടേമാണ്. ഇതെന്താണ്? 20ാമത്തെ ടേമാണ്. അടുത്തടുത്തുള്ള ടേമുമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഡി ഈക്വൽ ടു എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അടുത്തടുത്തുള്ള ടേം ആയിരുന്നെങ്കിൽ നമുക്ക് എന്താ 2 ടേമിന്റെ ഡിഫറൻസ് എടുത്താൽ മതിയായിരുന്നു, വ്യത്യാസം എടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇത് അടുത്തടുത്തുള്ള ടേം അല്ല. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അപ്ലൈ ചെയ്തിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് ഇവിടെ നമുക്ക് എക്സ് 10 എന്നും പറഞ്ഞ് ഒരു ടേം തരും, എക്സ് 20 എന്നും പറഞ്ഞൊരു ടേം തരും. അപ്പൊ നമുക്ക് ടേം ഒന്നും എടുക്കുന്നില്ല, ജസ്റ്റ് എങ്ങനെയാണ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്യും? ടേം ഡിഫറൻസ് ചെയ്യും അല്ലെ. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാല് എക്സ് 20 മൈനസ് എക്സ് 10 ആണ്. എക്സ് 20 ഈക്വൽ ടു എന്നും പറഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒരു വാല്യൂ എടുക്കാം. എക്സ് 20 ഈക്വൽ ടു 20 എന്നെടുക്കാം. എക്സ് 10 ഈക്വൽ ടു 10 എന്നെടുക്കാം. 20ാമത്തെ ടേം 20 ആണ്, 10ാമത്തെ ടേം 10 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം, പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. മുകളിൽ എന്താണ്? ടേം ഡിഫറൻസ് എന്ന് വെച്ചാല് പദവ്യത്യാസം. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ടേം ഏതൊക്കെയാണ്? 20ഉം 10ഉം ആണ്. അപ്പൊ ഇവന്മാരുടെ ഡിഫറൻസ് എങ്ങനെയാ ചെയ്യുന്നത്? 20 മൈനസ് 10, ഇതാണ് ടേം ഡിഫറൻസ്, ബൈ പൊസിഷൻ ഡിഫറൻസ്. പൊസിഷൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ ടേമുകളുടെ പൊസിഷൻ ഉണ്ടല്ലോ, അവന്മാരുടെ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. പൊസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? 20ന്റെ പൊസിഷൻ 20 ആണ്, 10ന്റെ പൊസിഷൻ ഇവിടെ എന്താണ്? 10 ആണ്. 20ാമത്തെ ടേം അല്ലേ 20, അപ്പൊ 20ന്റെ പൊസിഷൻ എന്താണ്? 20. 10ാമത്തെ ടേം അല്ലേ 10, അപ്പൊ 10ന്റെ പൊസിഷൻ 10 ആണ്. അപ്പൊ എന്താ? പൊസിഷൻ ഡിഫറൻസ് എടുക്കുക. 20ന്റെ പൊസിഷൻ എന്താണ്? 20 ആണ്, മൈനസ് 10ന്റെ പൊസിഷൻ 10 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കിട്ടും. എന്ത് വരും കോമൺ ഡിഫറൻസ്? 20 മൈനസ് 10, 10 ബൈ തറയിൽ എന്താണ്? 10 വരും. 10/10 ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് 1 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് 1 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ.